അതിനിർണായക കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കും. അടുത്ത തിങ്കളാഴ്ചയാണ് നെതന്യാഹു വാഷിംഗ്ടണിലെത്തുന്നത്. ഇറാൻ, ഗാസ, പശ്ചിമേഷ്യയിലെ മറ്റു വിഷയങ്ങളിന്മേൽ ഇരുവരും ചർച്ച നടത്തും. കഴിഞ്ഞ ഏപ്രിലിലായിരുന്നു നെതന്യാഹു അവസാനമായി വാഷിംഗ്ടണിലെത്തി ട്രംപിനെ സന്ദർശിച്ചത്. ലോക നേതാക്കളിൽ ജനം കൂടുതൽ ശ്രദ്ധിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. ഇരുവരുടെയും നിലപാടുകൾ ലോകക്രമത്തെ തന്നെ നിയന്ത്രിക്കുന്നവ തന്നെയാണ്. ഇറാനുമേൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് ശേഷം നെതന്യാഹു ട്രംപുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് മാനങ്ങൾ ഏറെയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അകമ്പടിയായി ഇസ്രായേൽ സ്ട്രാറ്റജിക് മന്ത്രി റോൺ ഡെർമാർ ഈ ദിവസങ്ങളിൽ അമേരിക്കയിലെത്തി ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ ആരംഭിക്കും. ഇറാനിലെ തുടർപ്രവർത്തനങ്ങൾ, ഗാസയിൽ സ്വീകരിക്കേണ്ട നടപടികൾ, മിഡിൽ ഈസ്റ്റിലെ നിലപാടുകൾ, സൈനിക സഹകരണം, ആഭ്യന്തര സുരക്ഷാ സഹകരണം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഗാസയിലെ അടുത്ത നടപടി ഇസ്രായേൽ ക്യാബിനറ്റ് ചർച്ച ചെയ്തിരുന്നു. റോൺ ഡെർമറിന്റെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഫലം കൂടി കാത്തിരിക്കുകയാണ് ഇസ്രായേലി ക്യാബിനറ്റ്. അതിനുശേഷമായിരിക്കും ഗാസയിൽ കൂടുതൽ സുപ്രധാന നടപടികളിലേക്ക് ഇസ്രായേൽ കടക്കുക. ഗാസ വിഷയത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പ്രതികരിച്ചിരുന്നു. ബന്ദികളെയെല്ലാം തിരികെ എത്തിക്കണമെന്നും ഗാസയിൽ ഒരു കരാർ ഉടൻ ആവശ്യമാണെന്നും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഒപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസിനെതിരെയും വിചാരണയ്ക്കെതിരെയും ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു. നെതന്യാഹുവിനെതിരെയുള്ള കോടതി നടപടികൾ നീതിന്യായ വ്യവസ്ഥയിൽ നാണക്കേടാണെന്നും ഇത് ഇറാനെതിരെയും ഹമാസിനെതിരെയും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ ഈ നിലപാടിന് നന്ദി അറിയിച്ചുകൊണ്ട് നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപിനെ സന്ദർശിച്ച നെതന്യാഹു ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ മോചനം, ഗാസയിലെ വെടിനിർത്തൽ, താരിഫ് പ്രശ്നങ്ങൾ എന്നിവ ചർച്ച ചെയ്തിരുന്നു. ട്രംപ് ഭരണകൂടവുമായി ഈ വിഷയങ്ങളിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യ വിദേശ നേതാവായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.